ചിതറാൽ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലുള്ള ജൈന വിഹാരം. തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ മാർത്താണ്ഡത്ത് നിന്ന് 7 കിലോമീറ്റർ മാത്രമാണ് ഈ പുരാതന ജൈന വിഹാരത്തിലേക്കുള്ള ദൂരം. കന്യാകുമാരി യാത്രയിൽ എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് മലൈക്കോവിൽ എന്നുകൂടി അറിയപ്പെടുന്ന ചിതറാൽ. ഇവിടേക്ക് പ്രവേശന ഫീസില്ല. പ്രവേശന കവാടം മുതൽ ജൈന ക്ഷേത്രം വരെ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ചതുരക്കട്ടകളായി കൊത്തിയെടുത്ത കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു നടവഴി. ഏതാനും മീറ്റർ അകലത്തിൽ 1-2 പടികൾ വീതം ഈ പാതയിലുടനീളം നിർമ്മിച്ചിട്ടുള്ളതിനാൽ ഈ പാതയിൽ വാഹന ഗതാഗതം സാധ്യമല്ല. നല്ല കയറ്റമാണ്. ഇടയ്ക്ക് വിശ്രമിക്കാൻ വശങ്ങളിൽ ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള ചെറുമരങ്ങൾ വീഴ്ത്തുന്ന പാതി നിഴൽ തണലുകൾ ആശ്വാസം തന്നെയാണ്. വെള്ളം കരുതണം. മുകളിലോ വഴിയിലോ കടകളില്ല. ഈ മനോഹര പാതയുടെ ഇരുവശങ്ങളിലും ചില സ്ഥലങ്ങളിൽ കയറിപ്പോകാവുന്ന പാറക്കെട്ടുകളും താഴെ ഹരിതാപമായ താഴ്വര കാണാവുന്ന വ്യൂ പോയിന്റുകളുമുണ്ട്. കയറി ചെല്ലുമ്പോൾ തണൽ വിരിച്ചു നിൽക്കുന്ന ഒരാൽമരവും അതിനു ചുവട്ടിൽ ക്ഷീണം തീർക്കാൻ കൽബെഞ്ചുകളുമുണ്ട്. അവിടെ നിന്ന് കൽപ്പടവുകൾ കയറി ഇടത്തേക്കുള്ള വഴിയെ പോയാൽ നിർമ്മിതിയിൽ പ്രാചീനമെന്ന് തോന്നിക്കാത്ത ഒരു ക്ഷേത്രഗോപുരമുണ്ട്. ജൈന വാസ്തുവിദ്യാ രീതിയായ മാനസസാര സമ്പ്രദായത്തിൽ 1200ഓളം കൊല്ലങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചിട്ടുള്ള ഒരു കലാശില്പം. ക്ഷേത്രത്തിന്റെ ഉയർന്ന തറയിൽ ചാരുതയാർന്ന കൽത്തൂണുകൾ. ക്ഷേത്ര ചുവരിൽ ജൈന സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ദിഗംബര തീർത്ഥങ്കര ശില്പങ്ങൾ. മഹാവീരന്റെയും പാർശ്വനാഥന്റെയും പത്മാവതിയുടെയും ശില്പങ്ങൾ. ആൽമരച്ചുവട്ടിലെ കൽബെഞ്ചുകൾക്കടുത്തുനിന്ന് വലത്തോട്ടിറങ്ങുന്ന ഗുഹാ കവാടം പോലെയുള്ള വഴിയിലൂടെയാണ് ജൈന വിഹാരത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഇരുവശങ്ങളിലുമുള്ള പാറക്കെട്ടുകൾക്കിടയിലെ വഴി ഇടുങ്ങിയതെന്ന് തോന്നുമെങ്കിലും നടന്നിറങ്ങാൻ ബുദ്ധിമുട്ടില്ല. ഈ വഴിയെ ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മെ വിസ്മയിപ്പിക്കുന്ന അതിപുരാതനവും സുന്ദരവുമായ ജൈന വിഹാരമുള്ളത്. ക്ഷേത്രത്തിന് സമീപമുള്ള ശിലാലിഖിതങ്ങൾക്കടുത്തുനിന്ന് ക്ഷേത്രത്തെ ഗാഢമായി നിരീക്ഷിക്കുമ്പോൾ എത്രയോ ദൂരം മറഞ്ഞുപോയ ഒരു നൂറ്റാണ്ടിലെ നാമജപങ്ങളും സന്യാസനിഷ്ഠകളും ആൾപെരുമാറ്റവും ഒരു പുകമഞ്ഞുപോലെ നമ്മളെ വന്ന് മൂടുന്നു എന്ന് തോന്നും. ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് പത്മാവതി ശില്പത്തിനു പകരം ദേവീ പ്രതിഷ്ഠ നടത്തിയതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് താഴെ ഈ വേനലിൽ പോലും ജലസമൃദ്ധമായ ഒരു കുളമുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഈ ജൈന സ്മാരകം. ക്ഷേത്രമുറ്റത്തു നിന്നും വലത്തേക്ക് ശിലയിൽ ചെറുതായി കൊത്തിയുണ്ടാക്കിയ വഴിയിലൂടെ ഉയരപ്പാറക്കെട്ടിന്റെ ഉച്ചിയിലേക്ക് കയറിയാൽ കോതയാറും കുഴിത്തറയാറും ഹരിതാപമാക്കുന്ന മനോഹര താഴ്വരയാണ് ചുറ്റിലും. ഒരു ക്യാമറ കൊണ്ടും പകർത്താൻ കഴിയാത്ത
നേരിൽ കണ്ടു മാത്രം അനുഭവിക്കേണ്ട സുന്ദര ദൃശ്യം. തിരികെ ഇറങ്ങുമ്പോൾ ജൈന സന്യാസിമാരുടെ മഹായാന ഹീനയാന പ്രസ്ഥാനങ്ങളുടെ വിചിത്ര നിഷ്ഠകളും രീതികളും മനസ്സിൽ മായാതെ നിൽക്കുമെന്ന് ഉറപ്പാണ്.